പോയിന്റ് ടേബിളിലേക്ക് അത് വളരെ പെട്ടെന്ന് പോകാം. പോയിന്റ് ടേബിൾ ഇങ്ങനെയാണ്. ഡൽഹി ക്യാപിറ്റൽസ് 6 മത്സരത്തിൽ നിന്ന് 10 പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. ഗുജറാത്ത് ടൈറ്റൻസ് 8 പോയിന്റ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 8 പോയിന്റ്, പഞ്ചാബ് കിങ്സ് 8 പോയിന്റുമായി 4-ാം സ്ഥാനത്ത്, ലക്നൌ സൂപ്പർ ജയന്റ്സ് 8 പോയിന്റുമായി 5-ാം സ്ഥാനത്ത്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 6-ാം സ്ഥാനത്ത്, മുംബൈ ഇന്ത്യൻസ് 7-ാം സ്ഥാനത്ത്, രാജസ്ഥാൻ റോയൽസ് 8-ാം സ്ഥാനത്ത്, സൺറൈസേഴ്സ് ഹൈദരാബാദ് 9-ാം സ്ഥാനത്ത്. 7 മത്സരങ്ങളിൽ നിന്ന് കേവലം 2 ജയം മാത്രമുള്ള 4 പോയിന്റുമായി ചെന്നൈ സൂപ്പർ കിങ്സ് 3-ാം സ്ഥാനത്ത്. ചെന്നൈയുടെ ആരാധകർക്ക് വലിയ നിരാശയാണ്. ചെന്നൈയുടെ ആരാധകർ ആരൊക്കെ അവിടെ ഉള്ളത്? നിങ്ങൾക്ക് ആർക്കും ഒരു നിരാശയില്ലേ? 5 കപ്പ് ഞങ്ങളുടെ ഷെൽഫിലുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഞങ്ങളെടുത്ത് പോലെ ഞങ്ങൾ തിരിച്ചു വരും. ചെന്നൈ തിരിച്ചു വരുന്ന ആഗ്രഹിക്കുന്ന ആരൊക്കെയുണ്ട്? ശ്രേയസ് അയ്യരുടെ വെടിക്കെട്ട് ബാറ്റിംഗ് ഇഷ്ടമുള്ള ആരൊക്കെ ഉണ്ട് ഇവിടെ? ശ്രേയസ് അയ്യരെ അല്ലേ? ഗംഭീരമായ ഇന്നിങ്സ് അല്ലേ? ആരാ ഇഷ്ടപ്പെട്ട ബാറ്റർ ഇത്തവണ? ഇപ്രാവശ്യം ശ്രേയസ് അയ്യരുടെ ബാറ്റിംഗ് ഒത്തിരി ഇഷ്ടമാണ്. ട്രാവിസ് ഹെഡ്. അഭിഷേക് ശർമ്മയുടെ സിക്സറുകൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അഭിഷേക് ശർമ്മയുടെ സിക്സറുകൾ ഇഷ്ടമല്ലേ? ഓക്കെ, ആരാ ഇത്തവണ ഇഷ്ടപ്പെട്ട ബൗളർ ആരാ നിങ്ങൾക്ക്? വിഘ്നേഷ് പുത്തൂരാണ്. അത് മലയാളി ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. പേര് അൽഷിഫ്ന. എന്താ ചെയ്യുന്നത്? ബാറ്റർ ആണോ ഓൾറൗണ്ടർ ആണോ? ഏത് ടീമിനപ്പാ? ക്ലൗഡ്ബെറി ചേച്ചിയുടെ ടീമിലാണ്. ഓക്കെ, ഇപ്പം സെമിയിലെത്തിയ കപ്പും കൊണ്ടേ പോവുള്ളൂ. ഏത് ടീമിനൊപ്പമാണ്? IPL RCB. ഞങ്ങൾ RCBക്ക് ഒപ്പമാണ്. പക്ഷെ തലശ്ശേരിയിൽ നിന്ന് ഞങ്ങൾ കപ്പും കൊണ്ടേ പോവൂ എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ ഇവിടെ കണ്ടു. കഴിഞ്ഞ ഒരു 10-20 മിനിറ്റിനകം നമ്മൾ കണ്ടു. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കേരളത്തിന്റെ ക്രിക്കറ്റ് ഭാവി എന്ന് പറയുന്നത് പുരുഷ ടീമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഈ കാണുന്ന വമ്പൻ താരനിര വരും വർഷങ്ങളിൽ കേരളത്തിന്റെ പേര് വാനോളം ഉയർത്തും. അതിനു പോന്ന വലിയ താരങ്ങൾ ഇവിടെ ഈ മൈതാനത്ത് പിറവി കൊള്ളുന്നുണ്ട്. അവർ കേരളത്തിന്റെ ജേഴ്സി അണിയും, ഇന്ത്യയുടെ ജേഴ്സി അണിയും. മിന്നുമണിയുടെയും സജ്നയുടെയും ജോഷിതയുടെയും ആശയുടെയും പേരിനൊപ്പം ഇവരുടെ പേരും വരും കാലങ്ങളിൽ നമുക്ക് ഉച്ചരിക്കേണ്ടി വരും. നമുക്ക് അങ്ങനെ സാധിക്കട്ടെ. എന്തായാലും IPL ആവേശം ഇവിടെ നിലയ്ക്കുന്നില്ല, തുടരുകയാണ്. ഒപ്പം തലശ്ശേരിയിലെ ക്രിക്കറ്റ് ആവേശവും അതുപോലെ തന്നെ തുടരുന്നു. മറ്റന്നാളാണ് ഇവിടുത്തെ ഫൈനൽ മത്സരം നടക്കുന്നത്.